100 ചില്ലാനം കോടി ആളുകളുടെ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. BJP ആകെ ഉയർത്തുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കുക, ഹിന്ദുത്വം പറഞ്ഞിട്ട്, മതം പറഞ്ഞിട്ട്, വേറെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ കാലത്ത് പറഞ്ഞ 2 കാര്യം ചോദിക്കാം. ഒന്ന്, 50 റുപ്യക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുന്നത്, അത് 1/2 ലിറ്ററാക്കി മാറിയിരിക്കുന്നു, 1/2 ലിറ്ററും കിട്ടാത്ത സ്ഥിതിയാണ്. രണ്ടാമത് 15 ലക്ഷം റുപ്യ പിന്നോക്കക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, അതും വന്നിട്ട് 2 കോടി തൊഴിൽ, 2 കോടി തൊഴിലവസരങ്ങൾ, ഇതൊന്നുമില്ല. ഇതിപ്പോ UDF പറയണില്ല. എന്താ അറിയോ? ഇവരൊക്കെ കൂട്ടുകച്ചവടം ചെല്ലുമ്പോൾ ഭരണം വേണം UDF-ന്റെ ആളുകൾക്ക്. കാരണം എന്താ അറിയോ? ഇപ്പൊ ലീഗിന് എവിടെ പോയാലും ഭരണത്തിനൊപ്പം നിൽക്കണമെന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം എന്താ അറിയോ? കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണ്. ഒരുമിച്ചായിക്കോട്ടെ, ഞങ്ങൾ പറയുന്ന എന്താ അറിയോ? അവർ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്ന പാർട്ടിയാണ് CPM. ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകാൻ ഏത് വിട്ടുവീഴ്ചക്കും തയ്യാറുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, LDF ആണ്. കാര്യം പറയല്ല, കൃത്യമായി തെളിയിച്ചതാണ്. ഇപ്പോൾ സീറ്റ് നോക്കാം, CPM-ന് എത്ര സീറ്റാണുള്ളത്?